പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചില യൂട്യൂബ് വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനല് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ അട്രാക്റ്റീവായിട്ടുള്ള തമ്പുനെയിൽ കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. തമ്പുനെയിൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ മൊബൈലിൽ നിന്ന് 1,00,000 കിട്ടും, എനിക്ക് കിട്ടി, അതുപോലെ നിങ്ങളും ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ തമ്പുനെയിലിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് കണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വ്ളോഗേഴ്സിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. വാച്ച് ടൈം കൂട്ടുക, അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വ്ളോഗേഴ്സിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ആ വ്ളോഗിന് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് ലക്ഷങ്ങൾ ഒരു ദിവസം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ കിട്ടുകയാണെച്ചെങ്കിൽ മണിക്കൂറുകൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അത്രയും സമയം വേസ്റ്റ് ആവുക എന്നുള്ളതല്ലേ. ഒരു ദിവസം കൊണ്ട് ലക്ഷങ്ങൾ മൊബൈലിൽ നിന്ന് കിട്ടുവെച്ചെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ആൾ ആ പണി നിർത്തിയിട്ട് ലക്ഷങ്ങൾ കിട്ടുന്ന പണി ചെയ്യണം എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. എന്നാൽ എന്തുകൊണ്ടാണ് ആ പണി ചെയ്യാതെ ഈ വീഡിയോകൾ ആവർത്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ഈ കള്ളപ്രചരണങ്ങൾ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇത് കാണുന്ന ആ വീഡിയോ കണ്ട ആളുകളുടെ കമന്റുകളിലൂടെ ഒന്ന് ഞാൻ കടന്നു പോവുകയുണ്ടായി. ആ സമയത്ത് വളരെ അധികം ആളുകൾ, ഒരു 3000-4000 ഒക്കെ പിന്നെ കമന്റുകളുണ്ട് അതില്. അവരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, ഞങ്ങൾ അത് കളിക്കാൻ വേണ്ടി തയ്യാറാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്, അത് ഏതാണ് ആ ആപ്പ് എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളായിരുന്നു ആ കമന്റുകളിലുടനീളം ഉള്ളത്. അപ്പോൾ ഇത് ജനങ്ങളൊക്കെ തന്നെ, ഇത് കാണുന്ന ആളുകളൊക്കെ തന്നെ ഇത് അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ട് ഈ തമ്പുനെയിൽ എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. എന്തിനാണ് ഇത്തരത്തില് പല ആപ്പുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്? ആ വ്ളോഗിന്റെ ഇടയിൽ ആ കുട്ടി പറയുന്നുണ്ട്, ഇതാ എനിക്ക് ഇത്ര കിട്ടി, മൊബൈൽ ഫോൺ കാണിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇത്ര വന്നു, ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അക്കൗണ്ട് നമ്പർ മറച്ചു പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യക്തമാകാത്ത രീതിയിൽ ആ കുറച്ച് എമൗണ്ടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ് കാണുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്, അതാ ഈ കുട്ടിക്ക് കിട്ടിയല്ലോ, അപ്പൊ എന്തായാലും നമുക്കും കിട്ടും എന്നുള്ള രീതിയാണ്. ആ കുട്ടി പരിചയപ്പെടുത്തിയ ഒരു ആപ്പ് ഗോഡെയിലി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, ഞാൻ അതിലൂടെ വെറുതെ ഒന്ന് കടന്നുപോയി, എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ആപ്പിലൂടെ ഒന്ന് കടന്നുപോയി. ആ സമയത്ത് ആ ആപ്പിൽ ഇങ്ങനെയാണ്, കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ എന്റർടൈൻമെന്റ് ഉണ്ട്, അങ്ങനെ മ്യൂസിക് ഉണ്ട്, വീഡിയോ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളത് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ അത് ലോഡാവില്ല. വീണ്ടും വീണ്ടും നമ്മൾ ഒരുപാട് സമയമെടുത്ത് അവസാനം അത് ലോഡായിട്ട് വരും. ഒരു റൗണ്ട് പൂർത്തീകരിച്ച് വരും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ വരും. അപ്പൊ ആ ഗിഫ്റ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോയിന്റ് കിട്ടി എന്നുള്ളത് വരും. അങ്ങനെ ഓരോ ദിവസം കളിക്കുന്നതും ആ രീതിയിൽ നമ്മളുടെ പോയിന്റ് ആഡ് ചെയ്ത് വരുന്നതാണ്. പിന്നെ നമ്മൾ ഗെയിംസിലൂടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിംസ് കഴിച്ച് സ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും അത് റൗണ്ട് ചെയ്ത് വന്ന് നിൽക്കും. അന്ന് ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലക്ഷങ്ങള് കോടികളൊക്കെയാണ് എമൗണ്ട് കാണിക്കുക. അപ്പൊ ആ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ
എന്നിട്ട് അത് വിഡ്രോ യുവർ ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ ആളുകൾ എന്താണ്, പ്രത്യേകിച്ചും ഈ കുട്ടി പറഞ്ഞ കാര്യമാണല്ലോ, ഈ കുട്ടിക്ക് കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സംഭവമൊക്കെ, ആ ലിങ്കൊക്കെ ഓപ്പൺ ചെയ്യാൻ നോക്കുക. പല ലിങ്കുകളും പിന്നെ ഓപ്പൺ ചെയ്താൽ പെട്ടുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുന്നത് എന്നുള്ളത്. ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇടുന്നതിന് എതിരെ കർശനമായിട്ട് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. കാരണം എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പണം നേടാം എന്നുള്ളത് നോക്കി നടക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും ഉള്ളത്. അപ്പൊ അവരവരുടെ ഉള്ള തൊഴിലും കൂടി കളഞ്ഞ് ഇത്തരത്തില് വ്യാജ പ്രചരണത്തിൽ കുടുങ്ങിയിട്ട് ഇതിന്റെ പിന്നാലെ പോകുമ്പോൾ ഉള്ള സമയവും പോവും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഇത്തരം പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കുടുങ്ങിയിട്ട് അവരവരുടെ ലൈഫ് വരെ സ്പോയിലായി പോണ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ എനിക്ക് അമ്മു എന്ന വ്ളോഗറിനോട് ചോദിക്കാനുള്ളത്, അമ്മു സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആ വ്ളോഗറിനോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഇത്രയധികം ലക്ഷത്തിലധികം പൈസ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടി എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് കഷ്ടപ്പെടുന്നത്? അപ്പോൾ ഈ ലക്ഷങ്ങൾ ദിവസം കിട്ടിയാൽ പോരെ? അപ്പോൾ ഒരു 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസയാവുമല്ലോ. പിന്നെ തീരെ വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള അത്രയും പൈസ കിട്ടും. പിന്നെ എന്തിനാണ് കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോകൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ കുട്ടി ഇതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഇത് സത്യമാണെങ്കിൽ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ വന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് യൂട്യൂബിലുള്ള വ്യൂവേഴ്സിന്റെ മുന്നിൽ കാണിക്കണം. അക്കൗണ്ട് നമ്പർ അടക്കം കാണിക്കണം. അതിനെന്തിനാ മടി കാണിക്കുന്ന? ഇയാളുടെ അക്കൗണ്ടിൽ വന്ന തുകയല്ലേ, പിന്നെ എന്തിനാ മടിക്കണം? അപ്പോൾ ഇത്തരത്തില് ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഒട്ടും പിന്നെ സത്യസന്ധമല്ലാത്ത കാര്യമാണ്. അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ കാണുന്ന ആളുകൾ ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പണം നേടാൻ വേണ്ടിയിട്ട് ഇത്തരം കള്ളപ്രചരണങ്ങളിൽ കുടുങ്ങിയിട്ട് അവരവരുടെ ജീവനോപാധിയും ജീവിതവും ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്നും കൂടി ഞാൻ ഇതോടു കൂടിയിട്ട് നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുകയാണ്.